ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കത്ത് മൂലം നമ്മുടെ സുധിയുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പരിഹാരം എന്നോണം ആനന്ദിനെയും കൂട്ടി നമ്മുടെ സുധി ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജോത്സ്യൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും സുധി തൻ്റെ കയ്യിലുള്ള ആ ലെറ്റർ ജോത്സ്യനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോത്സ്യൻ ഇങ്ങനെ സുധീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ആ ലെറ്ററൊക്കെ വായിച്ചിട്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, എൻ്റെ കടയിൽ ഒരാൾ കൊണ്ടുവന്ന് തന്ന ലെറ്ററായത്, എനിക്കെന്തോ ആപത്ത് വരാൻ പോകുന്നു, അങ്ങനെ എന്തെങ്കിലും നടക്കുമോ, സ്വാമി തന്നെ പറയണം എന്ന് പറയുമ്പോഴേക്കും ആ ജോത്സ്യൻ സുധിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, തൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം താൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളാണെന്ന്. ആനന്ദ് പറയുന്നുണ്ട്, കറക്റ്റായിട്ട് മുഖം നോക്കി തന്നെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും ജോത്സ്യക്കാരൻ പറയും, നിൽക്ക് ഞാനൊന്ന് നോക്കിയും കൂടി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കബഡിയൊക്കെ നിരത്തിയിട്ട് നോക്കുന്നുണ്ടേ. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ അതിലിങ്ങനെ ആലോചിച്ചിരുന്നുണ്ടും പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ തേടി ഒരു ആപത്തോ പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും സുധിക്ക് ഒന്നുകൂടെ ടെൻഷനോ, അയ്യോ ഞാൻ പറഞ്ഞില്ല ആനന്ദേ, എന്നെ തേടി എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ട്, കണ്ടോ അത് സത്യമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയും, സ്വാമി ഇവനല്ലെങ്കിൽ തന്നെ ഭയങ്കര പേടിയാ, ഒന്ന് തെളിയിച്ച് പറയുമ്പോഴേക്കും സ്വാമി പറയുന്നുണ്ട്, ഏത് ഭാഗത്തുനിന്ന് പ്രശ്നം വരുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്കിപ്പോൾ ശനി പിടിച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ ഒരു ആപത്തും പ്രശ്നങ്ങളും നിങ്ങളെ തേടി താമസിയാതെ തന്നെ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധി ചോദിക്കുന്നുണ്ട്, സ്വാമി ഇതിന് വല്ല പരിഹാര മാർഗങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുവാണേ. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, മഹാഭാരത യുദ്ധത്തിൽ കർണനെ കവചമായിട്ട് നിന്ന ദാനവും ധർമ്മമായിരുന്നു കർണൻ്റെ കവചം. അതുള്ളത് കൊണ്ടാണ് കർണനെ ആർക്കും വധിക്കാതിരിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇവനും ഒരു കവചം വേണം. ആ കവചം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവനെയും ഒരു ആപത്തും ഒരു പ്രശ്നങ്ങളോ ഇവനെ ബാധിക്കത്തില്ല എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് ചോദിക്കുന്നുണ്ട്, അയ്യോ ഇവൻ അങ്ങനെ ദാനധർമ്മം അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല, പിന്നെ എന്ത് കവചമായി സുധിക്ക് നമ്മൾ കൊടുക്കുക എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വാമി പറയുന്നുണ്ട്, ഇവനെ കവചമായി മാറാൻ പോകുന്നത് ഇവൻ ഉടുക്കുന്ന ഉടുപ്പുകളാണ്, ഡ്രസ്സുകളാണെന്ന് പറയുവാണ്. നീ ഇടുന്ന ഡ്രസ്സിൻ്റെ കളറാണ് നിന്നെ ആപത്തിൽ നിന്നും സംരക്ഷിക്കാൻ പോകുന്നത്. ആഴ്ചയിൽ 7 ദിവസവും ഞാൻ പറയുന്ന കളറുള്ള ഡ്രസ്സ് വേണം, ഷർട്ട് വേണം നീ ധരിക്കാൻ വേണ്ടി എന്നൊക്കെ സ്വാമി പറയുന്നുണ്ട്. എന്നിട്ട് ഓരോ കളറും സുധിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ സ്വാമി യൂണിഫോം ഇടാനാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ പറയുന്ന തരത്തിലുള്ള കളറുള്ള ഡ്രസ്സ് ഇട്ടാലേ നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എന്തെങ്കിലും പരിഹാരമോ പൂജയൊക്കെ ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇതെന്താ ഓരോ ടൈപ്പ് ഡ്രസ്സ് ഇടാൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സ്വാമിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സംശയത്തോടെ നോക്കി കണ്ട ലാസ്റ്റ് നീ പെരുവഴിയിലാവും, പിന്നെ പിച്ചെടുക്കേണ്ട ഗതികേട് വരും എന്നൊക്കെ സുധിയോട് പറയുവാണ്. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴേക്കും സ്വാമി പറയുന്നുണ്ട്, ഇന്ന് എന്ത് ദിവസമാണ്, താൻ എന്ത് കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, അത് മാറ്റിയെന്ന് പറയുമ്പോഴേക്കും സുധി പറയും, അയ്യോ ഷർട്ട് ഊരാനോ, പിന്നെ ഞാൻ തുണിയില്ലാതെ വീട്ടിലോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോഴേക്കും സ്വാമി പറയും, താൻ ആദ്യം ഡ്രസ്സ് മാറ്റ്, ഇന്നിടാനുള്ള ഡ്രസ്സ് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ കൊണ്ട് ഷർട്ടൊക്കെ ഊരിപ്പിക്കുവാണേ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാവി കളർ മുണ്ടെടുത്തിട്ട് സുധിക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഈ മുണ്ട് വേണം തൻ്റെ ദേഹത്ത് ഡ്രസ്സായിട്ട് അണിയാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ മുണ്ട് സുധിയുടെ ദേഹത്ത് ഇങ്ങനെ പുതപ്പിച്ച് കൊടുക്കുവാണേ. അപ്പോൾ സുധി പറയുന്നുണ്ട്, സ്വാമി എന്നൊക്കെ ഭയങ്കര നിരാശപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും സ്വാമി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെയൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ തേടി പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് വരും, അതുമാത്രമല്ല എല്ലാം പ്രത്യേകം സൂക്ഷിക്കാൻ വേണം, ഞാൻ പറഞ്ഞ കളറിലുള്ള ഡ്രസ്സ് വേണം എല്ലാ ദിവസവും ധരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഡ്രസ്സുകളൊക്കെ വേറെ ആരും അലക്കാൻ പാടില്ല, തൻ്റെ ഭാര്യ മാത്രമേ അലക്കാൻ പാടുള്ളൂ എന്നൊക്കെ സുധിയോട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. സുധി വേറെ ഒരു നിവൃത്തിയില്ലല്ലോ, ആകെ പേടിച്ച് വരേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതൊക്കെ അനുസരിക്കുന്നുണ്ട്. ആ കാവ്യമുണ്ടും പുതച്ച് സുധി വീട്ടിലോട്ട് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയമാണ്. സച്ചി ഒരു കുടുക്കയൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷത്തിൽ കയറി വരുവാണ് നമ്മുടെ വീട്ടിലോട്ട്. അത്യാവശ്യം വലിയൊരു കുടുക്കയാണ്. ഭയങ്കര സന്തോഷത്തിൽ രേവതിയൊക്കെ വിളിക്കുന്നുണ്ട്, രേവതി വന്ന് നോക്കിയേ, ഈ സൈസ് മതിയാവോ എന്ന് നോക്കിയെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് മതി സച്ചിയേട്ടാ. അപ്പോഴേക്കും രവീന്ദ്രൻ വന്ന് ചോദിക്കും, എന്താടാ സച്ചി ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇത് കൊടുക്ക, അതെനിക്ക് മനസ്സിലായി, ഇത് എന്തിനാ ഇപ്പം മേടിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുവാണ്, അച്ഛാ മുറി കെട്ടാൻ വേണ്ടി പൈസ ശേഖരിക്കാൻ വേണ്ടി മേടിച്ചതാന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര വരുവാണേ. ചന്ദ്ര പിന്നെ എല്ലാത്തിനും നെഗറ്റീവല്ലേ പറയത്തുള്ളൂ. ഇത് തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു, ലാസ്റ്റ് ഒരു കുടുക്കയായിട്ട് വന്നിരിക്കുക പിച്ച തണ്ടാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ ഭർത്താവ് സമ്പാദിച്ച പൈസയ്ക്ക് മുറി കെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നീയും നിന്റെ ഭർത്താവും കൂടി ഇനി എല്ലാ വീട്ടിലും കയറി ഇറങ്ങി പിച്ചെടുക്കാൻ വേണ്ടി പോവാണോ, റൂം കെട്ടാനുള്ള പൈസക്ക് വേണ്ടിയിട്ടെന്നൊക്കെ രേവതിയെ കളിയാക്കുവാണ് ചന്ദ്ര.
രവീന്ദ്രൻ ചന്ദ്രയെ ചീത്ത പറയാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഒന്നും പറയണ്ട അച്ഛാ, 2 ദിവസം അമ്മ ഫ്യൂസ് പോയ ബൾബ് പോലെയായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് ഉഷാറായിട്ട് വരുന്നത്. അമ്മ പറഞ്ഞോട്ടെ, ഞാൻ കേട്ടോളാം എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ പറയും, ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഉഷാറായത് ശരിയാ, പക്ഷേ നിങ്ങൾ ഈ ഒരു നിലയിലോട്ട് ഇറങ്ങിപ്പോകുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മുറി കെട്ടാൻ മറ്റുള്ളവരുടെ പൈസ ആവശ്യമില്ല, ഞങ്ങൾ നല്ലോണം അധ്വാനിച്ച് തന്നെ ആ മുറി പണിതെടുക്കും എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അതാണല്ലോ ഇങ്ങനെ പിച്ചപാത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, അവസാനം പിച്ചെടുക്കേണ്ട ഗതികേട് വന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചിരിക്കുവാണേ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സുധി കാവ്യ മുണ്ടയ്ക്കെ പൊതിച്ച് പുറത്തുനിന്ന് അമ്മ എന്ന് വിളിക്കുന്നത്. ചന്ദ്ര ആ സൗണ്ട് കേൾക്കുന്നതും ഇങ്ങനെ തിരിഞ്ഞു നോക്കുവാണേ. അപ്പോൾ സച്ചി നോക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ദേ കറക്റ്റ് സമയത്ത് പിച്ചക്കാരൻ കയറി വന്നിട്ടുണ്ടെന്ന് സുധിയെ നോക്കി പറയുവാണ്. പിച്ചക്കാരനോ? ആരാടാ പിച്ചക്കാരൻ എന്ന് സുധി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, നീ ആ ഗെറ്റപ്പിലല്ലേ കയറി വന്നിരിക്കുന്നത്, പിന്നെ ഞാൻ എന്ത് വിളിക്കാനാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താടാ സുധി, നീ എന്ത് വേഷമായി ധരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അമ്മ എല്ലാത്തിനും ഓരോ കാരണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താടാ ഓരോ ദിവസം ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്, എന്തു പറ്റി, നിന്റെ ഡ്രസ്സിൽ വല്ല അഴുക്കായോ, അതാണോ മാറ്റിയിട്ട് ഇങ്ങനെ മുണ്ടും പുതച്ച് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് അതൊന്നും ആയിരിക്കില്ല, ഇവൻ കടം മേടിച്ച ആൾക്കാർ ഇവൻ്റെ ഷർട്ടൊക്കെ വലിച്ചൂരി ഇവനെ റോട്ടിലൂടെ ഓടിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഭയങ്കര ശാന്ത ശബ്ദത്തിൽ പറയുവാണേ. ചന്ദ്രക്കൊരു സമാധാനമില്ല. ചന്ദ്ര പറയും, സുധി നീ ആദ്യം ഈ മുണ്ടൊക്കെ ദേഹത്തുനിന്ന് മാറ്റി എന്നിട്ട് ആ ഷർട്ട് എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് മുണ്ട് വലിച്ചൂരാൻ പോകുമ്പോഴേക്കും സുധി പറയും, അമ്മേ വിട്, ഇതെൻ്റെ പേഴ്സണൽ മാറ്ററാ, ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കൈ തട്ടി മാറ്റിയിട്ട് സുധി മുറിയിലോട്ട് പോകാൻ പോവാണേ. മുറിയിലോട്ട് പോകുന്നതിന് മുമ്പ് സുധി നേരെ പൂജാമുറി പോയി കുറേ നേരം പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. എല്ലാവർക്കും എന്താ സംഭവം എന്നറിയാതെ ഇങ്ങനെ സംശയിച്ച് സുധിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സുധി മുറിയിലോട്ട് കയറിപ്പോവാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ ഇവനെ കാണിച്ചു കൂട്ടുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അവനെ വിടറാ, നീ എന്താ ഇങ്ങനെ ഒരു കുടുക്കേട്ട് വന്നതെന്നുള്ളതിൻ്റെ കാര്യം പറയാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇത് മുറി കെട്ടാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഇതിൽ പൈസ ശേഖരിച്ച് ഇത് നിറയുമ്പോഴേക്കും ഞങ്ങൾ മുറി പണിയും എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് ഈ 1 രൂപ 2 രൂപ ഇട്ട് ഈ കുടുക്ക നിറഞ്ഞിട്ട് എപ്പം മുറി കെട്ടാനാ, 10-20 കൊല്ലം കഴിഞ്ഞിട്ടോ. അപ്പോൾ രേവതി പറയും, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ശേഖരിച്ച് തന്നെയേ മുറി കെട്ടത്തുള്ളൂ, അല്ലാതെ ആരുടെ മുമ്പിലും പോയി കൈ നീട്ടിയൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് പറയുവാണേ. സച്ചി പറയും, ഞങ്ങളിത് നടത്തി കാണിച്ച് തന്നിരിക്കും അച്ഛാ, അച്ഛൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം, അച്ഛൻ തന്നെ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം, കാരണം ഈ വീട് ഇത്രയും പണിത് വലിയ ഒരു വീട് കെട്ടിയത് അച്ഛൻ്റെ ഒറ്റൊരാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അച്ഛൻ നല്ല രാശിയുള്ള കയ്യാണ് അച്ഛൻ്റെ, അച്ഛൻ തന്നെ ഇതിൽ ആദ്യമായിട്ട് പൈസ ഇടണം എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ശരിടാ ഞാൻ പോയി പൈസ എടുത്തിട്ട് പറ്റിയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഈ കാശ് തന്നെ ഇടുമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് രവീന്ദ്രൻ്റെ കൈ കൊടുക്കുവാണ്. രവീന്ദ്രൻ അപ്പോൾ ചന്ദ്രയെയും വിളിക്കുന്നുണ്ട്. ചന്ദ്ര വരാൻ കൂട്ടാക്കുന്നില്ലേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവാ, നമ്മുടെ 2 പേരുടെ അനുഗ്രഹം അവർക്ക് വേണം, നീ വാ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും കൂടി ചേർന്ന് സച്ചിയുടെ രേവതിയുടെ ആ കുടുക്കയിലോട്ട് ആദ്യത്തെ പൈസ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്രുതി വരുവാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇതെന്താ ഡൊണേഷൻ ബോക്സോ? അപ്പോൾ ചന്ദ്ര പറയും, ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇത് കുടുക്കിയ, ഇത് പൈസ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് മുറി കെട്ടാനുള്ള പൈസ ഇതിൽ ശേഖരിക്കാൻ പോവാം, ഇത് നിറഞ്ഞിട്ട് ഞങ്ങൾ മുറി പണിയുമെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പൈസ നിറയണം, പക്ഷേ ഇത് പൈസ നിറയണ വരെ എവിടെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ ആ കുടുക്കയും കൊണ്ട് സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. നമുക്കിത് ഇവരുടെ മുറി തന്നെ കൊണ്ടുപോയി വെക്കാം, ഈ സുധിയുടെയും ശ്രുതിയുടെയും എന്നൊക്കെ. അപ്പോൾ രേവതി പറയും, സച്ചേട്ടൻ എന്താ ഈ കാണിക്കുന്നേ, എന്തിനാ മുറി കൊണ്ടേ വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ, അതാ ഇതിന് ഏറ്റവും നല്ല മാർഗം, ഇതുകൊണ്ടേ അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കുടുക്കയിൽ നിന്നും പൈസ പോവാതെ അവൻ തന്നെ സൂക്ഷിച്ചോളും, ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ട് അവൻ ഏതായാലും ഇത് മോഷ്ടിക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം ഈ സുധിയുടെ മുറി തന്നെയാണെന്ന് പറയുവാണേ. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, സച്ചി വെറുതെ ഇനി അടുത്ത പ്രശ്നം തുടങ്ങല്ലടാ, കൊണ്ടുപോയി ഞങ്ങളുടെ മുറി വെക്കുമെന്ന് രവീന്ദ്രൻ പറയുവാണേ. അത് ശരിയാ, അവൻ ഇപ്പം വന്നിരിക്കുന്ന ഗെറ്റപ്പ് കാണുമ്പോൾ ചിലപ്പോൾ അവൻ വേണമെങ്കിൽ ഈ കുടുക്കയും കൊണ്ട് വല്ല അമ്പലത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് പിച്ചക്കാരൻ എന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. രേവതി നിന്റെ ഭർത്താവ് എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടും പോകുന്നത്, എൻ്റെ ശ്രുതിയെ എന്തൊക്കെയായി വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ശ്രുതി ആദ്യം മുറിയിൽ പോയി നോക്ക്, അപ്പോൾ സച്ചേട്ടൻ എന്താ അങ്ങനെ വിളിച്ചതെന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്.
മുറിയിൽ പോയ ശ്രുതിയെ കണ്ട് ഞെട്ടുവാണേ. ശ്രുതി, ഇതെന്ത് വേഷമാ നിന്റെ? പുറത്താണെങ്കിൽ സച്ചി നിന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അവൻ എന്തെങ്കിലും ചെയ്തോ? തല്ലിയോ ശ്രുതിയെ? അവനാണോ ഇങ്ങനെ പുതപ്പിച്ച് ശ്രുതിയെ ഇവിടെ കൊണ്ട് നിർത്തിയത്? വെച്ചിട്ടുണ്ട് ഞാൻ ആ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പുറത്തോട്ടിറങ്ങി പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് വീട്ടിലോട്ട് കയറി വന്നതെന്ന് പറയുവാണ്. അപ്പോഴേക്ക് ശ്രുതി പറയും, ഈ വേഷത്തിലോ? എന്താ ശ്രുതിയെ കാണിച്ചു കൂട്ടുന്നേ? ആദ്യം മുണ്ട് ദേഹത്തുനിന്ന് മാറ്റിയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മേത്തുനിന്ന് ആ മുണ്ട് വലിച്ചൂരുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതി എന്താ ഈ കാണിക്കുന്നേ? ഇതിങ്ങോട്ട് തന്നേ, ഇനി മുതൽ ഇതാണ് എൻ്റെ വേഷം എന്നൊക്കെ പറയുവാണ്. ഇതാണ് എൻ്റെ കവചം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എന്തൊക്കെയാ പറയുന്നത്? കവചോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ഈ കളറാണ് എന്നെ വരാൻ പോകുന്ന ആപത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതി ഒന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണേ. ഞാനിന്നൊരു ജോത്സ്യനെ കാണാൻ വേണ്ടി പോയി, അദ്ദേഹം തന്ന കളറുള്ള ഡ്രസ്സായത്. ഇനി അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ ദിവസം ഓരോ കളർ ഡ്രസ്സ് ഞാൻ ധരിക്കും. എൻ്റെ ഭാര്യ വേണം ഈ ഡ്രസ്സൊക്കെ എനിക്ക് അലക്കി തരാൻ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. എൻ്റെ ശ്രുതി, എന്തിനാ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്? എന്തിനാ ജോത്സ്യനെയൊക്കെ കാണാൻ പോയി എന്നൊക്കെ ശ്രുതി ചീത്ത പറയുന്നുണ്ട്. എന്നെ ചുറ്റിരിക്കുന്നവരെ കൊണ്ട് എനിക്ക് ആപത്ത് വരാൻ പോകുന്നുണ്ട്. എൻ്റെ ഉയർച്ചയെ തടയാൻ അവർ പലതും ശ്രമിക്കും. അതിൽ നിന്നൊക്കെ സംരക്ഷണം നേടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ കളറുള്ള ഡ്രസ്സ് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കും, ശ്രുതി ഇത്രയും പഠിച്ചതല്ലേ, ഒരുപാട് ഡിഗ്രി ഉള്ളതല്ലേ, എന്നിട്ടും എന്തിനാ ശ്രുതി ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലൊക്കെ പോയി പെടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഇത് അന്ധവിശ്വാസമൊന്നുമല്ല, ഇത് വിശ്വാസമാണ്, കുറച്ച് ദൈവവിശ്വാസവും വേണം ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ടേ. ലാസ്റ്റ് ടൈം സച്ചി കൊണ്ടുവന്ന് വെച്ച ഒരു നാരങ്ങക്കണിയിൽ ശ്രുതി വീണു, എന്നിട്ടും ഇതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അത് അവൻ എന്നെ പറ്റിച്ചതല്ലേ, പക്ഷെ ഇതങ്ങനെയല്ല, എൻ്റെ ചുറ്റിനിരിക്കുള്ള ഒരാളെ പോലും എനിക്ക് വിശ്വാസമില്ല, അവരിൽ ആരെയോ കൊണ്ടൊക്കെ എനിക്കൊരു ആപത്ത് വരാൻ പോകുന്നുണ്ട്, ഞാൻ ഇനി മുതൽ ആരെയും വിശ്വസിക്കില്ല ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശ്രുതിക്ക് എന്നെയും വിശ്വാസമില്ലേ, ഞാൻ കാരണവും ആപത്ത് വരുമെന്ന് പേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല, ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ജ്യോത്സ്യം പറഞ്ഞത് കേട്ടിട്ട് അതേപോലെ അനുസരിക്കാൻ പോവാം, ഇങ്ങനെ ഓരോരോ കളർ ഞാൻ മാറ്റിയിടും, അയാൾ പറയുന്നതേ ഞാൻ അനുസരിക്കുള്ളൂ എന്നൊക്കെ ശ്രുതി പറയുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി കുറച്ച് ദിവസം ഞാൻ ഷോറൂമിലോട്ട് വരത്തില്ല, നീ വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ എന്നൊക്കെ ശ്രുതിയോട് പറയുവാണ്. ശ്രുതിക്ക് മനസ്സിലായി ഈ ശ്രുതിയോട് ഒന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യവും ഇല്ല എന്ന്. എന്നിട്ട് ശ്രുതി അവിടെ നിന്നും പോകുവാണേ. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി പൂവിക്കുന്ന രേവതിയുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ദൈവം പാവങ്ങളെ ഒന്നും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു, നമുക്കൊന്നും നല്ലത് ചെയ്തു തരുന്നില്ല ദൈവം, പക്ഷെ പണക്കാർക്കൊക്കെ എല്ലാം നല്ലത് എപ്പോഴും ദൈവം കൊടുത്തോണ്ടേ ഇരിക്കുക, ഞങ്ങളുടെ മുമ്പിൽ കണ്ണ് തുറക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അങ്ങനെയൊന്നുമില്ല ചേച്ചി, നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട ദൈവത്തിലും വിശ്വാസം വെച്ച് നല്ലോണം കഷ്ടപ്പെട്ട നമുക്ക് ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി, നിനക്കെന്താ, നിന്റെ ഭർത്താവ് പൂവണ്ടി മേടിച്ച് തന്നിട്ടുണ്ട്, അതിൽ പൂവൊക്കെ വിറ്റ് നിനക്ക് നല്ല വ്യാപാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയും, ചേച്ചിക്ക് ഒരു വണ്ടി മേടിച്ചൂടെ, ചേട്ടനോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ടേ, രേവതി അദ്ദേഹത്തിൻ്റെ കാര്യം മിണ്ടിപ്പോകരുതെന്ന് പറയുക. അപ്പോൾ രേവതി ചോദിക്കും, എന്ത് പറ്റി? നമ്മൾ അവരുടെ നല്ലതിന് വേണ്ടി ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കും, പക്ഷെ അവരോ നമ്മളെ പറ്റി ഒരു വിചാരം പോലും ഇല്ല, നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ഇല്ല എന്ന് പറയുവാണേ. അപ്പോൾ എന്താ കാര്യം ചേച്ചി തെളിയിച്ചു പറയാമെന്ന് പറയുമ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട്, രേവതി, ഞാനിന്നലെ പൂ വിൽക്കാൻ വേണ്ടി ഒരു തമിഴൻ്റെ വീട്ടിൽ പോയി, അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ടൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ പലഹാരം ഞാൻ അവരോട് റെസിപ്പിയൊക്കെ ചോദിച്ചു വന്നു, എൻ്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാവുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ, പക്ഷേ അത് കഴിച്ചിട്ട് ഒരു അഭിപ്രായം പോലും പറയാതെ എഴുന്നേറ്റ് പോയി എന്നൊക്കെ പറയുവാണ് ആ ചേച്ചി വിഷമത്തിൽ. എനിക്ക് ഭയങ്കര സങ്കടമായി. ലാസ്റ്റ് ബാക്കി വന്ന് ഞാൻ പുറത്തിരിക്കുന്ന നായക്ക് ഇട്ട് കൊടുത്തു, അത് കഴിച്ചിട്ട് വാലാട്ടി എന്നോട് അതിൻ്റെ സ്നേഹമെങ്കിലും പ്രകടിപ്പിച്ചു, ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിലും ഭേദം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും കൂടെ നിൽക്കുന്ന ബാക്കി ചേച്ചിമാർ പറയുന്നുണ്ട്, എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാണ്, ഒരു അഭിപ്രായം ഒരു നല്ലതുപോലും നമ്മളെ നോക്കി പറയത്തില്ല, എല്ലാവരും കണക്കാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അങ്ങനെ എല്ലാവരും ഒന്ന് അടച്ചാക്ഷേപിക്കല്ലേ, എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും അല്ലാന്ന് രേവതി പറയുവാണ്. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭൂരിയും മസാലയും എന്തിഷ്ടമാണെന്നോ ചോദിച്ച് മേടിച്ച് കുറേ കഴിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും അവർ കൂടെ നിൽക്കുന്ന ചേച്ചിമാർ പറയുന്നുണ്ട്, എൻ്റെ രേവതി, കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ
മേടിച്ച് ആസ്വദിച്ച് കഴിക്കും, നമ്മളെ പൊക്കി പറയും. പക്ഷെ അത് കഴിഞ്ഞാൽ അതൊക്കെ പോകും. നീ അപ്പത്തെ സംഭവങ്ങൾ വെച്ച് ഇപ്പോഴും വിലയിരുത്തല്ലേ, ഇപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ രേവതി വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെയൊന്നുമല്ല. സച്ചിയേട്ടൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം നല്ലോണം കഴിക്കുകയും ചെയ്യും, നല്ല അഭിപ്രായം പറയുകയും ചെയ്യും എന്ന് പറയുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എപ്പോഴും ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പുതിയതായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അഭിപ്രായം പറയുന്നുണ്ടോ എന്ന് നോക്കണം. അവർ തിരിഞ്ഞു പോലും നോക്കില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയും, നല്ല മുഖത്തടിച്ച പോലെ പറയും. പക്ഷെ നല്ലതാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോകും എന്നൊക്കെ പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ പുതിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, എൻ്റെ സച്ചേട്ടൻ കഴിച്ച് നല്ല അഭിപ്രായം പറയാറുമുണ്ട് എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് കൂടെ നിൽക്കുന്ന, നീ ഞാൻ പറയുന്ന ഈ വിഭവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം പറയുന്നുണ്ടോ എന്ന് നോക്കുമെന്ന് പറയുമ്പോഴേക്കും ബാക്കിയുള്ള ചേച്ചിമാർ പറയും, എവിടെ പറയാൻ, ഒരഭിപ്രായവും പറയില്ല എന്ന് പറയുമ്പോൾ രേവതി പറയും, ആര് പറഞ്ഞു? എൻ്റെ സച്ചേട്ടൻ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും, കഴിച്ചിട്ട് സച്ചേട്ടൻ നല്ല അഭിപ്രായം പറയുകയും ചെയ്യും, ഞാൻ വേണമെങ്കിൽ ബെറ്റ് കെട്ടാം എന്ന് പറയുവാണ്. അപ്പോൾ അവർ പറയും, ബെറ്റ് 50 രൂപക്ക് ബെറ്റ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, 50 5000 രൂപക്ക് ബെറ്റ് വെക്കാമെന്ന് പറയുവാണ്. അപ്പോൾ അവർ പറയും, 5000 രൂപയൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല, എന്തായാലും നീ സത്യമല്ലേ പറയുള്ളൂ, സച്ചിയേട്ടൻ അഭിപ്രായം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, ഏതായാലും നീ ഈ വിഭവം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ അവർ പന്തയം വെക്കുവാണേ. അങ്ങനെ പന്തയം വെച്ചിട്ട് ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് രേവതി ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോവുകയാണേ. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും